ഹായ് ഫ്രണ്ട്സ്, പവിത്ര എന്ന സീരിയലിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മാഷ് കമലയോട് പറയുന്നുണ്ട്, ആ കുട്ടിയോട് ദയ കാണിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവനവൻ്റെ ആണെന്നുള്ള ആ ഒരു തോന്നൽ, ആ തോന്നലിൽ നിന്നുള്ള സ്നേഹം അത് പാടില്ല. അങ്ങനെ തോന്നാൻ തുടങ്ങിയാൽ വഴി പിഴച്ചു പോയ നിന്റെ മകന് നേർവഴി കാണിക്കാൻ ദൈവം അയച്ചതാണ് അവളെ എന്ന് നീ സമാധാനിക്കാൻ തുടങ്ങും. അതോടുകൂടി ആ കുട്ടിയുടെ ജീവിതം അങ്ങ് നശിക്കും. ആ പാപം കൂടി ഈ ജന്മത്തിൽ വേണ്ട എന്ന് പറയാണ് കേട്ടോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നേരത്തെ ഉറങ്ങണം എന്ന് പറയുമ്പോൾ മാഷ് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കമല വേദയുടെ അടുത്തേക്ക് പോകുന്നു. നന്ദിനി തുള്ളി വരുന്നുണ്ട് കൊച്ചേട്ടൻ്റെ അടുത്തേക്ക്. നിങ്ങളിവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ മനുഷ്യ? 10 സെന്റ് പുരയിടവും 2500 സ്ക്വയർ ഫീറ്റ് വീടും അങ്ങ് കോവളത്ത് ചില്ലറ തടയുന്ന കേസാ. ഒരാഴ്ചക്കുള്ളിൽ ഞാനതങ്ങ് മറിക്കും എന്ന് പറയുമ്പോൾ അതിനുള്ളിലെ ഈ വീട് നിങ്ങളുടെ അനിയൻ മുറിക്കും എന്ന് പറയണേ. ഗർഭസത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിപ്പോ താലി സത്യാഗ്രഹം. എന്നാലും അമ്മ ഒരു ദിവസം കൊണ്ടല്ലേ അവളെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയത്. നീ അതിനാണോ ഈ പറയുന്നത്? അത് പിന്നെ അവൾ പുറത്തിരിക്കുമ്പോൾ അവളെ മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ എന്ന് വിചാരിച്ചല്ലേ അമ്മ ഉള്ളിലേക്ക് കയറ്റിയത്. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒരാളെങ്കിൽ ഒരാൾ വീട്ടിനകത്തേക്ക് വന്നാൽ അവൾക്കുള്ള ചെലവിന് നമ്മൾ എവിടെ പോകും? അവൾക്കും കൂടിയുള്ള ചെലവിലേക്കുള്ള തുക നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വിനയേട്ടാ. നീ അവനെ വിളിച്ച് പറ നന്ദിനി, അവളിവിടെ അകത്ത് കയറി താമസം തുടങ്ങിയെന്ന്. അവളിവിടെ ഔട്ട് ഹൗസിൽ താമസം തുടങ്ങി, നീ പുറത്താണ് എന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ കാണാം നമുക്ക്. അത് ശരിയാണല്ലോ, എങ്കിൽ വിക്രമിനെ തന്നെ വിളിച്ച് പറയാല്ലേ എന്ന് ചോദിക്കാട്ടോ നന്ദിനി. അവനെ വിളിച്ചൊന്ന് പറഞ്ഞു നോക്ക്, കാര്യം സാധിക്കുന്നത് കാണാ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? വല്ലവന്റെയും പോക്കറ്റിൽ കിടക്കുന്ന ക്യാഷ് മറ്റവന്റെ പോക്കറ്റിലേക്കിട്ട് അതിന്റെ കമ്മീഷൻ പറ്റി ജീവിക്കുന്നവനാണ് വിനയൻ. ബുദ്ധി കൂടിയെങ്കിലേ ഉള്ളൂ. സുധാകരൻ മാഷ് പഠിപ്പിച്ച തലയേ അല്ല ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദിനി വിക്രമിനെ വിളിച്ച് പറയാണേ, വിക്രം നീ എവിടെയാ? നീ പെട്ടെന്ന് ഇങ്ങ് വരാൻ നോക്ക്. എന്താ ഏട്ടത്തി, എന്താ കാര്യം എന്നൊന്ന് പറ. അവൾ അവിടെ നിന്ന് പോയോ? അവള് പോയോ? നീയാണോ പോകുന്നത് എന്നൊക്കെ നീ ഇവിടെ വന്നാലേ അറിയുള്ളൂ. പെട്ടെന്ന് ഇങ്ങ് വരാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് വിക്രം പറയുന്നുണ്ട്, അവള് പോയി എന്നാണോ ചേച്ചി പറഞ്ഞതിന് അർത്ഥം? എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് വിക്രം വണ്ടി തിരിക്കുകയാണേ. തുടർന്ന് നമ്മുടെ കമല വേദയുടെ അടുത്തേക്ക് വരികയാണേ. ഇനി എന്തെങ്കിലും വേണോ മോൾക്ക്? ഒന്നും വേണ്ട അമ്മേ, താങ്ക്സ് എന്നെ മനസ്സിലാക്കിയതിന്. അങ്ങനെയൊന്നും പറയണ്ട മോളെ, നീ നല്ല ഭാവിയുള്ള കുട്ടിയാ. എൻ്റെ മകൻ്റെ വിഡ്ഢിത്തം കണ്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കരുത് മോളെ. ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം. നാളെ തന്നെ മോളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇന്നലെ മുഴുവൻ ഞാൻ പുറത്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അമ്മ വന്ന് എൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റുമെന്ന്. എന്നിട്ടിപ്പോൾ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ച് അമ്മ ഉള്ളിലേക്ക് കയറ്റിയില്ലേ. സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാണെന്നല്ലേ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത്. അമ്മയുടെ മോൻ ആ അമ്പലത്തിൽ താലി കെട്ടും എന്നത് ആ നിമിഷം വരെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ദൈവത്തിന് ഒരു പ്ലാനില്ലേ? വിക്രത്തിൻ്റെ ഭാര്യയായി നിലകൊള്ളുക എന്നതായിരിക്കും ഉമ്മയുടെയും മഹേശ്വരൻ്റെയും തീരുമാനം എന്ന് പറയാനേ വേദ. അത് ദൈവമല്ല, അവൻ്റെ തലയിൽ കയറിയ പിശാചാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവനെ മോൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ, എന്നിട്ടെന്താ നിങ്ങൾ പിശാചി കയറിയ മകനെ ഇവിടുന്ന് ഇറക്കി വിടാത്തത്? അത് രക്തബന്ധം കൊണ്ടല്ലേ അമ്മേ? രക്തബന്ധം ഉണ്ടാവുന്നത് താലിബന്ധം കൊണ്ടല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമലയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെ വരികയാണേ. വേദ കമലയുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ മറ്റേ കൈയും കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും ആഷി പറഞ്ഞ ആ ഡയലോഗുകളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക. തന്നെ കൈ എടുത്തു മാറ്റുകയാണേ. തുടർന്ന് നമ്മുടെ വിക്രമിൻ്റെ വലിയ ചേട്ടനും ഏടത്തി അമ്മയും കൂടെ കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിക്രം വന്ന് കയറുക കേട്ടോ. അപ്പോൾ വിക്രം വേദ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ ചൂലൊക്കെയാണ് കാണുന്നത്. എല്ലാം ഇറക്കി വിടുന്നതിന് പകരം അടിച്ചിറക്കിയോ? ഈ അമ്മ കൊള്ളാലോ. ഏടത്തി അമ്മേ, ഇന്ന് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞത്? അല്ല, ആ ശല്യം ഇവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാ അകത്ത് കിടന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, നീ ഉള്ളിലേക്ക് തന്നെ പോയി നോക്ക്, അപ്പം നല്ല ആശ്വാസം കിട്ടും. അങ്ങനെ വിക്രം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വേദയെ കാണുകയാണേ. നിന്നോടാരടി ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞത്? ആ കുട്ടി കയറിയിരുന്നതല്ല, ഞാൻ കയറ്റിയിരുത്തിയതാന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ടേക്ക് വരികയാണേ. അമ്മയ്ക്കിത് എന്തിൻ്റെ അസുഖ? വഴിയെ പോകുന്നവരെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയും വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റാണോ? അവരുടെ ആരുടെയും കഴുത്തിൽ എൻ്റെ മകൻ താലി ചാർത്തിയിട്ടില്ല എന്നുള്ള ചുട്ട മറുപടിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കമല എന്ന് വിളിച്ചിട്ട് വിക്രമിന്റെ അച്ഛൻ അങ്ങ് വരികയാണേ. ഇവിടെ മുൻപ് വല്ലപ്പോഴും എന്നെ കാണാൻ വരുന്ന ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യന്മാർ മാത്രമായിരുന്നു. ഇപ്പോൾ രാവും പകലും ഇല്ലാതെ ഗുണ്ടകൾ മാത്രമാണ് വരുന്നത്. അതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചിട്ട് മതി വിചാരണ എന്ന് പറയാൻ കേട്ടോ.
ഇനി ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരായവർ തന്നെ അതിനുള്ള പരിഹാരവും കാണണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോവാണേ. അപ്പൊ കമലയോട് വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവിടെ എന്താ നടന്നതെന്ന് പറ. പല്ലൊക്കെ കടിച്ചിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഏട്ടത്തിയമ്മ ഉണ്ടായ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇനിയും ഈ കുട്ടിയെ പുറത്ത് നിർത്തിയാൽ ആ കുട്ടിക്ക് വല്ല അപകടവും സംഭവിക്കുമെന്ന് കരുതിയാ ഞാൻ ഉള്ളിലേക്ക് കയറ്റിയത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വന്നവര് ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, അവരെ അയച്ചത് വിക്രമാണെന്ന്. ഞാനോ? ഇവിടെ വാടി എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവാണേ. ഇല്ല, ഞാൻ വരില്ല. വരാനാ പറഞ്ഞത്. നിന്നെ തട്ടി കൊണ്ടുപോകാൻ മാത്രം അത്ര അതപ്പതിച്ചവനല്ല ഞാൻ എന്ന് എനിക്ക് നിന്റെ മുൻപിൽ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കാണേ. അപ്പോൾ കമലയും ഏട്ടത്തിമാരും സമ്മതിക്കുന്നില്ല കേട്ടോ വേദയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് നീ കയറുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുപോകണോ എന്ന് ചോദിക്കുമ്പോൾ വേദ അങ്ങ് കയറുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോവാണേ. അങ്ങനെ ഒരു ഗുണ്ട പറയുന്നുണ്ട്, അവളെ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും സാധിക്കില്ലല്ലേ? അതെ പിന്നെ ബോബി, ആണുങ്ങളാണ് അടിക്കാൻ വരുന്നതെങ്കിൽ നമുക്ക് അടിച്ചു നിൽക്കാം. പക്ഷെ പെണ്ണുങ്ങൾ ചട്ടിയും കലവും ചൂലും ഒക്കെ ആയി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാ? പിന്നെ അവളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അയച്ചത് വിക്രമാണെന്നുള്ള കാര്യം. അതിന് നമ്മൾ വരുന്ന വഴി വിക്രം നമ്മളെ കണ്ടതാണല്ലോ. ഭാഗ്യത്തിനാണ് അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നിന്നെ അവൻ്റെ ഒക്കെ കൈ കിട്ടിയാൽ മൂക്കിൽ കയറ്റുമോ? അന്ന് കിട്ടിയതിൻ്റെ അടയാളം ഇതുവരെ മാറിയിട്ടില്ല ബോബി എന്ന് പറയട്ടോ അയാള്. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും കൂടെ വരികയാണേ. ഞാനില്ലാത്ത നേരത്ത് എൻ്റെ വീട്ടിലെ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവരാൻ നീ ഗുണ്ടകളെ വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അവരെ അയച്ചത് ഞാനാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവളെ ഞാൻ തന്നെ ഇങ്ങ് കൊണ്ടുവന്നു. ആണായി പിറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവളെ തൊട്. അങ്ങനെ ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടാൽ ഇപ്പൊ ഞാൻ ഇവളെ വിട്ടിട്ട് പോവും എന്ന് പറയുമ്പോൾ ആ ബോബി എന്ന ഗുണ്ട പറയുന്നുണ്ട്, അവളെ പോയി തൊടരാ എന്ന് പറയുമ്പോഴേക്കും അവിടെ പിന്നെ ഒരു കലാശക്കൊട്ടാണ് കേട്ടോ. അതിന്റെ ഇടയിലൊക്കെ ഒരു പാട്ടുണ്ട്. ഏതൊക്കെയൊന്നും സംഭവിക്കാൻ നമ്മുടെ വിക്രം സമ്മതിക്കുന്നില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്